വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ലഡു എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഞാനിവിടെ ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നെയ്യാണ് എടുത്തിരിക്കുന്നത്. ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിന്റെ ലിങ്ക് മുകളിൽ ഐക്കാർഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് വേണമെങ്കിലും ചേർക്കാം, അതല്ല തേങ്ങ കൊത്ത് വേണമെങ്കിലും ചേർക്കാം. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. ഇനി നമുക്കിത് ചെറുതീയിൽ വെച്ചിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിലേക്ക് ഒരു 1/4 കപ്പ് കാഷ്യൂ നട്ട്സ് ചെറുതാക്കി നുറുക്കിയത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ 1/2 കപ്പ് ആൽമണ്ട്സ്, അതും ചെറുതാക്കി നുറുക്കിയതാണ്, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ചെറുതീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ കാഷ്യൂ നട്ട്സും ആൽമണ്ട്സും ഒക്കെ ഒരേ വലുപ്പത്തിൽ മുറിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കിസ്മിസ്, അതും ചെറുതാക്കി നുറുക്കിയതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ചെറുതീയിൽ വെച്ചിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പൊ കാഷ്യൂ നട്ട്സും ആൽമണ്ട്സും ഒക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കസ്കസ് അഥവാ പോപ്പി സീഡ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിനും പകരം വേണമെന്നുണ്ടെങ്കിൽ വെളുത്ത എള്ള് വേണമെങ്കിലും ചേർക്കാം. ഇനി അതുകൂടി നമുക്കൊന്ന് വറുത്തെടുക്കണം. ഇപ്പൊ ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് ഈന്തപ്പഴം, അതിന്റെ കുരു കളഞ്ഞ് ചെറുതാക്കി നുറുക്കിയതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കാരണം ഈ ഡേറ്റ്സ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരം നമ്മൾ അടുപ്പത്ത് വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ നട്ട്സ് പെട്ടെന്ന് തന്നെ ഒന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വെച്ചിട്ട് ഇളക്കി കൊടുത്താലും മതി. ഇനി ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണമെന്നില്ല. നേരിയ ചൂടോട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈന്തപ്പഴം നുറുക്കിയിടാതെ പകരം വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് അരച്ചിട്ട് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലഡു പിടിക്കാൻ കുറച്ചും കൂടി എളുപ്പം ഉണ്ടാവും. അത് നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിന് ചെയ്യാട്ടോ. ഇനി നമ്മളിത് പിടിക്കുന്ന സമയത്ത് ഇതിന്റെ ചൂടാറിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പിടിക്കാനായിട്ട് ആ ഒരു കറക്റ്റ് ഷേപ്പ് നമുക്ക് കിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി, അല്ലെങ്കിൽ ഒരു 1-2 മിനിറ്റ് മാക്സിമം ഒന്ന് അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 30 സെക്കൻഡ് ഒന്ന് മൈക്രോവേവ് ചെയ്തിട്ട് നമുക്ക് പിടിച്ചാലും നമുക്ക് കറക്റ്റ് ആയിട്ട് ഷേപ്പിൽ നമുക്ക് പിടിക്കാൻ കിട്ടും. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ ചെറിയ ബോൾസ് ആയിട്ട് നമുക്ക് പിടിച്ച് എടുക്കാം. ലഡുവിന്റെ ആ ഒരു ഷേപ്പിൽ നമുക്ക് പിടിക്കാം. നിങ്ങൾക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് പൊടിച്ച് വേണമെങ്കിലും ചേർക്കാം. ചിലപ്പോൾ കുട്ടികൾക്കൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും ഇങ്ങനെ കടിക്കുന്നൊന്നും ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പൊടിച്ച് ചേർക്കാം. അപ്പം നല്ല ഫൈൻ ആയിട്ടുള്ള ഒരു ലഡുവാണ് നമുക്ക് കിട്ടുക. ഇപ്പൊ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാനായിട്ട് മടി കാണിക്കുന്ന എല്ലാ കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കായാലും കൊടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ ലഡു എന്ന് പറയുന്നത്. നമ്മൾ ഈ ലഡു ഇങ്ങനെ വീട്ടിലുണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഇടയ്ക്ക് അവർ സ്നാക്സ് ഒക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ വയറും നിറയും, അതേപോലെ തന്നെ ഹെൽത്തിയും ആയിരിക്കും. ഇതൊരു എനർജി ബോളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഇതിൽ മധുരം കുറവാണെന്ന് തോന്നുന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ 1-2 സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കാം. അതിന്റെ ആവശ്യമില്ല, ഈ ഡേറ്റ്സിൽ തന്നെ നല്ല മധുരമുണ്ട്. ഇനി ഒരുപാട് മധുരം വേണമെന്നുള്ളവർക്ക് വേണ്ടിയിട്ടൊരു ഓപ്ഷനാണ് പറഞ്ഞു തരുന്നത്. ഇതിലേക്ക് പഞ്ചസാര ചേർത്താൽ നന്നായിരിക്കില്ല. അതേപോലെ ശർക്കരപ്പാനി ചേർക്കുന്നതിലും കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻ തേൻ ചേർക്കുന്നതാണ്. ഇങ്ങനെ നമുക്ക് എല്ലാ ബോൾസും പിടിച്ചെടുക്കാം. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ലഡുവാണിത്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഒപ്പം കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ വീണ്ടും വേറൊരു അടിപൊളി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.